കന്യാസ്ത്രീകൾ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ലെന്ന് ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം. നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്നും വേണമെങ്കിൽ ഛത്തീസ്ഗഡിലേക്ക് പോകുമെന്നും കേരള സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം തുടരുകയാണ്. അറസ്റ്റിൽ പ്രതിരോധത്തിലായതോടെയാണ് കന്യാസ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണയുമായി ബി.ജെ.പി. സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയത്. 100% വിശ്വാസമുണ്ട്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല. വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് കോൺഗ്രസ് ശ്രമമെന്നും ബി.ജെ.പി. വിമർശിച്ചു. അതിനിടെ ബി.ജെ.പിയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് LDF, UDF നേതാക്കൾ രംഗത്തെത്തി. മറ്റു മതങ്ങളോടുള്ള വിരോധം കുത്തിവെച്ച് മതവർഗീയത നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയും ബി.ജെ.പിയും. ഒരു ഭീതി പരത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല, നരേന്ദ്ര ഭീതിയാണ്. അത് രാജ്യത്തിൻ്റെ മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഇതൊരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഭരണഘടനാ വിരുദ്ധമായ നടപടികളാണ് ഉണ്ടായതെന്ന് പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ജാമ്യത്തിനായി അവർ ശ്രമിക്കുമ്പോൾ നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മതേതരത്വം ദുർബലമാക്കപ്പെടുകയാണ്, ഭരണഘടനയെ ബലഹീനമാക്കുകയാണ്. അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും സിസ്റ്റർ പ്രീതി മേരിയുടെയും കുടുംബത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത്. കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പ്രതികരണത്തിന്റെ ആശ്വാസത്തിലാണ് രണ്ട് കുടുംബങ്ങളും. അങ്കമാലി MLA റോജി M. ജോണിനൊപ്പം സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരൻ ഛത്തീസ്ഗഡിലെത്തി. അങ്കമാലി എളവൂർ ഇടവകയുടെ നേതൃത്വത്തിൽ വൈകിട്ട് പന്തം കൊളുത്തി പ്രതിഷേധം നടത്തും. 24 കൊച്ചി.